afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good Good afternoon. afternoon, ma'am. Good afternoon, ma'am. Prayer start ചെയ്തോളൂ കേട്ടോ. പ്രയർ ആരെങ്കിലും ഉണ്ടോ? Prayer start ചെയ്യട്ടെ ma'am. Start ചെയ്തു. Our Father, who art in heaven, hallowed be the name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us sins, as we also forgive those who sin against us. Lead us not into temptations, but deliver us from the evil one. For thine is the kingdom, the power, and the glory forever. Amen. Okay. Mom, Signing. signing the letter. Hello, good afternoon, friends, and my teacher, and a warm welcome to our new class today. Okay. Heart. Thought for the day. Dreams are not what you see in sleep. Dreams are those that do not let you sleep. Dr. APJ Abdul Kalam. Okay. നമുക്കൊരു ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. ക്ലാസ് എടുക്കുന്നില്ല, ആക്ടിവിറ്റി ആണ് തരുന്നത്. ഓക്കെ, ടോപ്പിക് തരാം. ഡൗട്ടിന്റെ മോക്ക് ടെസ്റ്റ് തന്നേലേ ഐക്യു പ്രൊപ്പോസ് ചെയ്തത് പറഞ്ഞിട്ട് വില്യം സ്റ്റേണും ഉണ്ടായിരുന്നു, ആൽഫ്രഡ് ബിനറ്റും ഉണ്ടായിരുന്നു. പ്രൊപ്പോസ് ചെയ്തത് വില്യം സ്റ്റേൺ അല്ലേ? 1 minute കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ മാം. അത് റോങ് ആയിട്ടാ കണ്ടത് ആൻസർ അതില്. അതല്ലേ, ഉം. നോക്കിയിട്ട് പറയാം കേട്ടോ. ടോപ്പിക് തരാം കേട്ടോ. ടോപ്പിക് തന്നിട്ട് അത് സംസാരിക്കാം. ടോപ്പിക് ഇതാണ്, ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു സക്സസ്. തന്നിട്ടുണ്ടോ ടോപ്പിക്? ഞാൻ ഇല്ല. ഓക്കെ, ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു സക്സസ്. ആലോചിക്കാം, 5 മിനിറ്റ് കഴിയുമ്പോൾ സംസാരിച്ചു.
സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ആ. ഞാൻ തുടങ്ങാം. ഹാർഡ് വർക്കിനെ കുറിച്ച് പറയാം. നമുക്ക് എപ്പോഴും ഭാഗ്യം കൂടെ ഉണ്ടായിന്ന് വരില്ല എല്ലാവർക്കും. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്താൽ അത് ഒരിക്കലും ഫെയിൽ ആവില്ല. ഹാർഡ് വർക്ക് നെവർ ഫെയിൽസ്. സോ ഭാഗ്യം കൂടെ ഇല്ലാത്തവർക്കും ഹാർഡ് വർക്കിലൂടെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഹാർഡ് വർക്ക് കൂടിയേ തീരും. പിന്നെ നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ നമ്മൾ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഇരുന്നാൽ മാത്രം പോരാ. ഹാർഡ് വർക്കിലൂടെ മാത്രമേ നമുക്കത് നേടിയെടുക്കാനും കഴിയുള്ളൂ. നോ പെയിൻ നോ ഗെയിൻ. സോ ടു ഗെറ്റ് സംതിങ് വി മസ്റ്റ് ഡു ഹാർഡ് വർക്ക്. വർക്ക് ഹാർഡ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഹാർഡ് വർക്ക് ഇല്ലാതെ സക്സസ് ഇല്ല എന്നുള്ളതാണ്. അത് ഹാർഡ് വർക്ക് ഈക്വൽ സക്സസ്, അതാണ് അതിൻ്റെ ഫോർമുല. പിന്നെ ഇന്ന് അച്ചീവ് ചെയ്ത് നമ്മൾ കാണുന്ന എല്ലാ വ്യക്തികളും അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ പൊസിഷൻ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഷോർട്ട് കട്ടിലൂടെ ആരെങ്കിലും എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിലും അതിന് ഒരു ലൈഫില്ല, ഒരു ലോങ് ആയിട്ടുള്ള അതിനൊരു സർവൈവൽ ഉണ്ടാവില്ല. അത് കുറച്ച് കാലത്തേക്കായിരിക്കും ഭാഗ്യം കൊണ്ട് നേടിയെടുത്താണെങ്കിൽ. പക്ഷെ ഹാർഡ് വർക്ക് എപ്പോഴും അതൊരു പ്രത്യേകമായിട്ട് അതിനൊരു തിളക്കം തന്നെയാണ്. അങ്ങനെ കിട്ടുന്ന ഒരു സക്സസിന് ഒരു പ്രത്യേക ഒരു ഭംഗിയും ഒരു അട്രാക്ഷൻ ഒക്കെ ഉണ്ട്. ഹാർഡ് വർക്ക് വേണം സക്സസിലേക്ക് നമ്മൾ എത്താൻ. താങ്ക് യു. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ആരാ? ഞാൻ പറയട്ടെ. നമുക്ക് എന്ത് കാര്യത്തിനും നല്ലൊരു ഹാർഡ് വർക്ക് വേണം. അല്ലാണ്ട് ഈസി വേ കൂടെ കിട്ടണതൊക്കെ എപ്പോഴും നിലനിന്ന് പോകണമെന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേപോലെ താൻ പാതി ദൈവം പാതി എന്ന് പറയും. പക്ഷെ കൂടുതലും നമ്മ ദൈവത്തിനാണത് അത് കൊടുക്കണത് സ്ട്രെസ്. നമ്മളും അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് അതിൻ്റെ ഒരു ഏർണിങ്സ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഏതൊരു വ്യക്തിയുടെ പിന്നിലും നല്ലൊരു സക്സസിന് പിന്നിലും നല്ലൊരു ഹാർഡ് വർക്ക് ഉണ്ടാവും. അത്രേ ഉള്ളൂ. ആരാ? മാം ഒരു പോയിന്റ് പറയട്ടെ മാം. ഹാർഡ് വർക്കിലൂടെ അച്ചീവ് ചെയ്യുന്നവർക്ക് അഹങ്കാരം ഉണ്ടാവില്ല എന്ന് തോന്നാറുണ്ട് മാം. കാരണം കഷ്ടപ്പെട്ട് നേടിയെടുത്തത് കൊണ്ട് അവർക്ക് ഒരിക്കലും അഹങ്കരിക്കാൻ തോന്നില്ല. പിന്നെ തന്ന ഈശ്വരനോട് നന്ദിയുള്ളവരായിരിക്കും തോന്നുക അങ്ങനെയുള്ളവര്. ചില റീൽസ് ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ യൂട്യൂബിലൊക്കെ. കഷ്ടപ്പെട്ട് പഠിച്ച് ഗവൺമെന്റ് ജോബ് ഒക്കെ നേടിയെടുക്കുന്ന ആളുകൾ അല്ലെ. കുറേയധികം ചിലപ്പോ എന്താ കൽപ്പണി വരെ ചെയ്തിട്ടായിരിക്കാം അവര് അതിലൂടെ അല്ലെ ചിലപ്പോ വീട്ടിൽ പോയിരുന്ന് പഠിക്കാറുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ കാണാറുണ്ട് നമ്മൾ. കാണുമ്പോ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു മോട്ടിവേഷൻ ആണ്. ഞാനീ പേര് വിളിക്കേണ്ടതായിട്ട് വരുമോ? പറയൂ. അൻസില. അൻസില. അൻസില ഇജാസ്.
പെൻസിൽ. മിസ് കുട്ടികള് വാശിയാണ്. മൈക്ക് ഓണാക്കാൻ പറ്റില്ല. പറഞ്ഞോളൂ അൻസില. അൻസില റഷീദ്. അൻഷില റഷീദ്. എന്താ ടോപ്പിക് ഒന്നും എന്താണ് പറയാവോ? ടോപ്പിക്കോ? എന്താണ്? ഞാൻ ഇപ്പൊ കേറിയുള്ളൂ. എന്തൊക്കെ വൈകിയത്? എന്റെ മോൾക്ക് പാടില്ലായിരുന്നു, അപ്പൊ അവളുടെ കാര്യം നോക്കിട്ട്. ടോപ്പിക്ക് പറയാം. നമ്മുടെ വീട്ടിൽ കൊണ്ടാക്കി. ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു സക്സസ്. അതിനെ കുറിച്ച് പറയാനായല്ലോ ടോപ്പിക്. ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു സക്സസ്. മിസ്സേ, മലയാളത്തിൽ എന്താണെന്നൂടി പറയോ അതിന്റെ അർത്ഥം? ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു സക്സസ്. നമ്മൾ കഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ജയിക്കാൻ, മുമ്പിലോട്ട് സക്സസ് ആകാനായിട്ട്, ജയിക്കാനായിട്ടുള്ള വഴിയാണെന്ന്. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. മാം, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിനകത്ത് കുറെ മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ട് ഒരു ഷീറ്റ് തന്നായിരുന്നല്ലോ, 20 മെറ്റീരിയലിന്റെ ഷീറ്റ്സ്. അപ്പൊ അത് എല്ലാം ഞാൻ തന്നിട്ടില്ലല്ലോ. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 20 മീൻസ് വേസ്റ്റ് പ്രോഡക്ട്സ് കൊണ്ടുണ്ടാക്കാനായിട്ട്, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് എപ്പോഴാ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാനായിരുന്നു. ആരാ തന്നെയാണ് ചോദിക്കും. ജിഷ മിസ് ആണോ തന്നത്? 19-ാം തീയതി സബ്മിറ്റ് ചെയ്യണ്ടേ? കളർ കാർഡ് അല്ലേ? അല്ല, ഒരു 20 ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഗൂഗിൾ ക്ലാസ് റൂമിൽ വന്നതല്ലേ? PDF ആയിട്ട് വന്നതല്ലേ? ആണോ? അത് ഓരോ ടൈം ആയിരിക്കുമ്പോ മിസ് പറയുമായിരിക്കും. അപർണ മിസ് ആണല്ലോ ആക്ടിവിറ്റീസ് ഒക്കെ തരണത്. അപ്പൊ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് പറയുമായിരിക്കും. ഇപ്പൊ ലിസ്റ്റ് ഇട്ടതാന്ന് തോന്നുന്നു. മിസ് അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അതാ ഞാൻ കൺഫ്യൂസ് ആയത്. ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചു. നെക്സ്റ്റ് ആരെങ്കിലും പറയൂ. ദിവ്യ, വിനീഷ്. മാം ഞാൻ പറയട്ടെ. ആരെങ്കിലും പറയൂ. ഒരു വ്യക്തിക്ക് വിജയിക്കണമെങ്കിൽ ഹാർഡ് വർക്ക് അത്യാവശ്യമാണ്. അതായത് നമ്മൾ ഒരു സ്ഥിരമായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സമയം കണ്ടെത്തണം അതിനായിട്ട്. പിന്നെ ഈ ശ്രമിക്കുന്നതിലൂടെ, കഠിനാധ്വാനം അതായത് എഫേർട്ട് ഇടുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താനും, പിന്നെ അതിലൂടെ നമ്മൾ ലൈഫിൽ തന്നെ നല്ല കോൺഫിഡൻസ് കിട്ടാനും, ഏതൊരു സിറ്റുവേഷനെയും നമ്മൾ തരണം ചെയ്യാനുള്ള ഇത് കിട്ടും നമുക്ക്. പിന്നെ അത്രേ ഉള്ളൂ മാം. മിസ്, ഞാൻ പറയട്ടെ. കഠിനാധ്വാനമാണ് വിജയത്തിന്റെ താക്കോൽ എന്നാണ് പറയുന്നത്. എന്നാൽ ഭാഗ്യം കൊണ്ട് മാത്രം പ്രതീക്ഷിച്ചിരുന്നാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തില് വിജയം വരികയില്ല. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ ശ്രമവും നാളത്തെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസം ഇപ്പം നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കാനാണെങ്കിൽ ലാസ്റ്റ് വരെ വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് ആ ടോപ്പിക് ഒന്നും കവർ ചെയ്ത് പോകാൻ കഴിയില്ല. അന്നന്ന് ചെയ്തു തീർത്താലേ നമുക്ക് പെട്ടെന്ന് പിന്നെ ഒന്ന് ഓടിച്ചൊന്ന് നോക്കിയാൽ മതിയല്ലോ, ആ ഒരു ടോപ്പിക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളായാലും. ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അങ്ങനെ കരുതിയിരുന്നാല് അത് ഒരിക്കലും കംപ്ലീറ്റ് ആകുകയില്ല. പിന്നീട് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടും ആകും. അതിനോടൊപ്പം തന്നെ അച്ചടക്കം, ക്ഷമ, ദൃഢനിശ്ചയം എന്നിവയൊക്കെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിജയം കൈവരിക്കാൻ കഴിയും.
അതുപോലെ മടിച്ചിരുന്നിട്ട് ഇങ്ങനെ എന്നും ഇന്ന് ഉറങ്ങാം, നാളെ എന്നിട്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യാം, നാളെ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം എന്നിങ്ങനെ കരുതി ഇരുന്നാല് ഒരിക്കലും നമുക്ക് വിജയിക്കാൻ കഴിയില്ല. പിന്നെ കുറുക്കു വഴികൾ തേടിയിട്ട് വിജയിക്കാന് അതൊന്നും അത്ര ശാശ്വതമായിട്ടുള്ള കാര്യമല്ല. നേർവഴിക്ക് പോയാല് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൂടെ ആ ജയം എപ്പോഴും കൂടെ ഉണ്ടാകും. ഓക്കെ മാം, താങ്ക് യു. നന്നായിരുന്നു അല്ലെ. നെക്സ്റ്റ് മഞ്ജു രാഗേഷ്. മാം പറയട്ടെ? പറഞ്ഞോളൂ. ജീവിതത്തിൽ തളർന്നു പോകാതെ മുൻപോട്ട് പോകുന്നവർ എന്നും വിജയത്തിന്റെ പാതയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഇന്ന് കളിയാക്കിയവര് നമ്മളെ ജോലിയുടെ കാര്യത്തിനായാലും പൈസയുടെ കാര്യത്തിനായാലും പല ഇതിലും നമ്മളെ കളിയാക്കുന്നവരുണ്ടാവും. അവർക്കുള്ള മറുപടി ആവണം നമ്മുടെ കഠിനാധ്വാനം. നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ മറ്റാരെയും ആശ്രയിക്കരുത്. ഒരിക്കൽ തോറ്റു പിന്മാറിക്കൊണ്ടേ ഇരിക്കണം. ഒരു തവണ ഒന്ന് അതായത് നമ്മളെ മാറണമെങ്കിൽ മാറി ചിന്തിച്ചേ പറ്റത്തുള്ളൂ. ആത്മവിശ്വാസമുള്ളവർക്ക് മുമ്പിൽ ലോകം തന്നെ വഴിമാറും. ഇത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ മിസ്? എന്താണ് ഹാർഡ് വർക്ക് കൊണ്ട് അവർക്കൊരു പിന്തുണയും കൂടി വേണം. ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. ചിലവര് ഇങ്ങനെ എന്താ പറയണത്, എല്ലാം ചെയ്യാൻ തയ്യാറായിരിക്കും, പക്ഷെ ഒരു പിന്തുണ. ഇപ്പൊ എന്റെ മോളുടെ കാര്യമാണെങ്കിൽ പുള്ളിക്കാരി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷെ വീട്ടിലുള്ള സിറ്റുവേഷനും എല്ലാം കൂടി നോക്കുമ്പോൾ ഭയങ്കര പ്രഷറായിരിക്കും ചിലപ്പോ കുട്ടികൾക്ക്. അപ്പൊ അവരെത്ര ഹാർഡ് വർക്ക് ചെയ്താലും അവർക്ക് മെന്റലി അവര് എന്താ പറയണത്, അവർക്ക് അത്ര ഇത് കിട്ടില്ല. അപ്പൊ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള റിസൾട്ടും കൂടി കിട്ടുള്ളൂ. അതിപ്പൊ എന്റെ അനുഭവത്തിൽ എന്ന് പറയണേണ് ഞാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എന്താ പറയാ പഠിക്കാനൊന്നും അത്ര ഇതല്ലായിരുന്നു. അമ്മയാണെങ്കിലും നമ്മളോട് എന്താ പറയാ ജയിച്ചു പോയിക്കോളും എന്നുള്ള ആ ഒരു മൈൻഡ്. പക്ഷെ എന്റെ മോള് നേരെ തിരിച്ചാ, നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാണ്, പക്ഷെ അവൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എന്താ പറയണ ചെറിയൊരു ഇഷ്യൂസ് പോലും അവൾക്ക് അത് താങ്ങാൻ പറ്റില്ല. പക്ഷെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണേ. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അവൾക്ക് അത് എന്താ പറയണ ഭയങ്കര ഇതായിട്ട് പിന്നെ അത് അന്നത്തെ ഒരു ദിവസമേ പോയി. പിന്നെ എക്സാം ഒക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം പോയി എക്സാം എഴുതാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ. അപ്പൊ നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ നല്ല സപ്പോർട്ടും കൂടി വേണം. ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. വീട്ടിലുള്ള മെന്റലി അവരെപ്പോഴും സ്റ്റേബിൾ ആവണം. അപ്പൊ അതിനുള്ള പ്രോത്സാഹനം നമ്മളിപ്പോ ഞാനൊരു പാരന്റ് ആയതുകൊണ്ട് ഇപ്പം ഞാനിപ്പോ ഹാർഡ് വർക്ക് ഇപ്പം എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ മോണ്ടിസോറി കോഴ്സ് ചെയ്യണേ. അപ്പം അതിപ്പോ ഞാൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതാക്കണം എന്നുള്ള ഇതുണ്ട്. അപ്പൊ അത് അവർക്കൊരു മോട്ടിവേഷനാണ്. അമ്മ ഇപ്പൊ അത് ചെയ്യണുണ്ട്, അമ്മ നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്, അപ്പൊ അമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവും, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ആ ഒരു ഇതുണ്ട്. അപ്പൊ എന്റെ ഇതിൽ പറയണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിലും നല്ല മെന്റലി അവര് നല്ല ഇതുണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ അവർ ഡൗൺ ആയി പോകും. പല പ്രേരണകളും അവർക്ക് അല്ലെ, വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങള്, അല്ലെങ്കിൽ പുറത്തു പോകുമ്പോ ചെറിയൊരു എന്തെങ്കിലും സാമൂഹികമായിട്ട് നല്ല രീതിയിൽ ഇടപഴകിയാലാണ് അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ചൂടാവും. അപ്പൊ നമ്മ വീട്ടിൽ നിന്ന് എല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മള് പ്രശ്നങ്ങളിൽ പോയി ചാടാനല്ലല്ലോ ശ്രമിക്കേണ്ടത്. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കി അത് തരണം ചെയ്ത് കൺട്രോൾ ചെയ്ത് അങ്ങനെ ഒരു നമ്മളെ പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അത് ഭാവിയിലോട്ട് അത് ബാധിക്കത്തില്ലേ? എത്ര മാർക്ക് കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. നല്ല സ്വഭാവം കൂടി ആയിരിക്കണം, മനസ്സിലായ? അത് നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. നല്ല പഠിച്ചെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ഇതായിട്ട് കാര്യമില്ല. അവര് മെന്റലി നല്ല സപ്പോർട്ട് കൊടുക്കണം കുടുംബങ്ങളിൽ നിന്ന്. കുട്ടികളുടെ ഒക്കെ ആണെങ്കിലും ഇപ്പൊ നമുക്കാണെങ്കിലും എനിക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ എന്റെ അമ്മ എനിക്ക് നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ നിൽക്കണത്, മനസ്സിലായ? എന്റെ അമ്മ ഇപ്പൊ അമ്മ സപ്പോർട്ടാണല്ലോ എല്ലാ കാര്യങ്ങൾക്കും. അത് കണ്ടു വളർന്നുകൊണ്ടാണ് ഞാനിപ്പോ എന്റെ മോൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണത്. എന്നാ അച്ഛനും അമ്മയും തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലട്ടാ. പക്ഷെ അമ്മയാണ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അച്ഛൻ എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അമ്മയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അത് കണ്ടു വളർന്നുകൊണ്ട് എനിക്ക് എന്റെ മോളെ ഇപ്പം ഞാനല്ല എന്റെ വീട്ടിലെ കാശിന്റെ കാര്യമൊക്കെ ചെയ്യണ ചേട്ടനാണെങ്കിലും പക്ഷെ മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് വേണ്ട എല്ലാം നമ്മളാണ് സപ്പോർട്ട് ചെയ്യണം. അവർക്ക് എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്, ജോലി ചെയ്യുക, മക്കളുടെ ആവശ്യങ്ങളൊന്നും അങ്ങനെ മനസ്സിലാക്കാണ്ട്, മനസ്സിലായ? എങ്ങനെയെങ്കിലും പിള്ളേര് പഠിക്കുക, അത് കഴിഞ്ഞാൽ ഉടനെ കെട്ടിച്ചു വിടുക, അങ്ങനെയൊക്കെയുള്ള മൈൻഡുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, മനസ്സിലായ?
ഒരു ബാധ്യത, അവരുടെ ഒരു ബാധ്യത തീർക്കുക. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ പഠിച്ച് ഇപ്പോഴത്തെ പിള്ളേരെ അറിയാലോ, നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലി മേടിച്ചിട്ടേ കല്യാണം എന്നുള്ള. അപ്പൊ ഇവർക്ക് ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന പിള്ളേരോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നിട്ട് പറയും എന്താണ് വേറൊരു വീട്ടിൽ പോവാൾ. ഇത് കേൾക്കുമ്പോ തന്നെ ഇവർക്ക് ഭ്രാന്ത് പിടിക്കും. മനസ്സിലായ? ഇന്ന് ഞാനിപ്പോ അതാണ് എന്റെ സത്യം പറഞ്ഞ ഇന്നത്തെ അവസ്ഥ എന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു. അവൾ ഇന്നലെ രാത്രി ഇപ്പൊ മിസ്സിനോട് പറഞ്ഞേ, ഉറക്കം പോയി കൊച്ചിന്റെ, പരീക്ഷ നടന്നുകൊണ്ടിരിക്കണേ. അപ്പൊ കൊച്ചി ഇപ്പൊ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേടിയാണ് അച്ഛനോട് ഇത്തിരി ഒച്ച കുറയ്ക്കാൻ പറയാനായിട്ട് പേടി. അതിന്റെ പേര് വഴക്കായി കഴിഞ്ഞാൽ വഴക്കാവൂലേ, പിന്നെ ഒന്നുകൂടി ഭയങ്കര വഴക്കാവും. അപ്പൊ എന്നെ കൈ കാണിച്ചിട്ട് അവള് ഒന്ന് ഒച്ച കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോ ഒച്ച ഉറപ്പിച്ചു. എന്നാലും എന്നോട് പറയുമ്പോ ഞാൻ പറഞ്ഞാലും ചിലപ്പോ വഴക്കടിക്കോ, ഞാൻ റെസ്റ്റ് ചെയ്യണ സമയമല്ലേ ജോലി കഴിഞ്ഞിട്ട് എന്നുള്ള ആ ഒരു മാർക്ക് കുറഞ്ഞാൽ ഈ പറഞ്ഞവര് തന്നെ മാർക്ക് കുറഞ്ഞ എന്താ സൗകര്യത്തിന് കുറവ് എന്ന് പറയണ ആൾക്കാർ രണ്ട് രീതിയിൽ അവര് പറയും. മനസ്സിലായ? അപ്പൊ ഞാൻ പറയണ ഒരു മെന്റലി അവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം. ഹാർഡ് വർക്ക് ചെയ്യണ പിള്ളേർ ആരാണെങ്കിലും അവർക്ക് ബാക്കിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. പിന്നെ നേർവഴിയിലൂടെ എല്ലാം സാധിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാണ്ട് ഒരു ഒളിഞ്ച വഴിയിലും ചെന്ന് കഴിഞ്ഞാൽ അത് എവിടെ എത്തൂല, എപ്പോഴായാലും പിടിക്കപ്പെടും. കുറെ നാൾ കഴിയുമ്പോഴത്തേക്കാണെങ്കിലും പുറത്തു വന്നു കഴിഞ്ഞാൽ അത് തല കുനിക്കേണ്ടി വരും. ഇത്രയോ നാൾ നേടിയതൊക്കെ തലവണ. അതുകൊണ്ട് നേർവഴിയിലൂടെ നടക്കുക, അതാ എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ആരാ പറയുന്നത്? ഞാൻ പറയട്ടെ മിസ്സേ? ഹാർഡ് വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പോലെ പരിശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്ത കാര്യത്തിനുള്ള റിസൾട്ട് കിട്ടുമ്പോൾ ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പൊ മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ തന്നെ മക്കളുടെ കേസ് എടുക്കുമ്പോൾ എൻ്റെ മോള് എല്ലാ വർക്കുകളും സ്കൂളിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കലോത്സവം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസിന് പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ സ്കൂളിലത്തെ വർക്കുകളൊക്കെ പെൻഡിങ് ആക്കിയിട്ട് അതിന് മാത്രമായിട്ട് കുറേ ഇരുന്ന് രാത്രി ആയാലും പകലായാലും കിട്ടുന്ന സമയം അതിനു വേണ്ടി ആള് പ്രയത്നിച്ച് ഒരുപാട് അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തു. പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് അവിടെ ചെന്നപ്പോൾ പേടിയോ എന്തോ കൊണ്ട് ആൾക്കത് ഡിഗ്രേഡ് ആയിപ്പോയി. അപ്പോൾ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം ടീച്ചർ പറഞ്ഞു, മുഫീദ എന്ന് പറഞ്ഞ മോളുടെ പേര്, മുഫീദ എവിടെ പോയി കഴിഞ്ഞാലും ബാഡ് ലക്കാണ് എന്ന്. ഇപ്പൊ ആളത്രയും ഹാർഡ് വർക്ക് ചെയ്തെങ്കിലും ആൾക്ക് റിസൾട്ട് കിട്ടാതായപ്പോ സ്കൂളിൽ നിന്ന് അങ്ങനെയും കൂടെ പറഞ്ഞപ്പോ ഇപ്പൊ അതാണ് ടീച്ചർ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ എന്ന്. പക്ഷെ ആള് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അവിടേക്ക് എത്തിയില്ല. ആൾക്ക് അവിടെ എത്തിയപ്പോഴേക്കും പേടിയായിട്ടാണോ എന്തോ. അപ്പൊ പരമാവധി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആൾക്ക് കിട്ടാണ്ട് വന്നപ്പോ ഉള്ള ആ സങ്കടവും പെട്ടെന്ന് ടീച്ചർമാർ അങ്ങനെയും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആള് എന്താ പറയാ ഡള്ളായി. പിന്നെ വേറെ കോമ്പറ്റീഷന് പോവാനോ ഒന്നും ടീച്ചർമാര് സമ്മതിച്ചില്ല. മുഫീദ പോയി കഴിഞ്ഞാൽ ബാഡ് ലക്കാണെന്നും പറഞ്ഞിട്ട്. പിന്നെന്തോ ചുമയായിരുന്നു ആൾക്ക് ഒരു കലോത്സവത്തിന് പോയപ്പോ. അപ്പൊ പാടിക്കൊണ്ടിരിക്കുമ്പോ ചുമച്ചു. അതൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു ബാഡ് ലക്കാണ് മുഫീദ പോയാതെന്ന്. ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ കൂടെ നമ്മുടെ സപ്പോർട്ടും കൂടെ വേണം. എന്നാലാണ് നമ്മൾ ആ ചെയ്തതിനുള്ളൊരു റിസൾട്ട് കിട്ടുമ്പോ നമുക്ക് ആ സംതൃപ്തി ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ മിസ്സേ. കുട്ടിയോട് അങ്ങനെ പറയുന്നതില് നിങ്ങളുടെ അഭിപ്രായം ഇന്നലെയും പുള്ളിക്കാരി ഇന്നലെയും അത് തന്നെയായിരുന്നു ഇവിടെ വന്നിരുന്നിട്ട് പറയണ്ടായിരുന്നു. ടീച്ചർ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ടീച്ചർ പറഞ്ഞപ്പോ ടീച്ചർക്ക് ഇതേമാതിരി ഇവളെല്ലാത്തിനും എല്ലാ മത്സരങ്ങൾക്കും പൊക്കോളും. അപ്പൊ ഞാൻ ചോദിച്ചു ടീച്ചർമാർക്ക് അതേമാതിരി പോകാൻ പറ്റണില്ലല്ലോ, എല്ലാത്തിനും പങ്കെടുക്കണില്ല, അതന്നെ വലിയ കാര്യം, റിസൾട്ട് ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കോൺഫിഡൻസ് കൊടുക്കുക. ആള് അതിൽ നിന്ന് പിന്തിരിക്കാണ്ടിരിക്കാനായിട്ട് ഒരു ഇത് കൊടുക്കുക, പിന്നീടുള്ളൊരു സപ്പോർട്ട്. അത്ര തന്നെ. ആള് ചെയ്തോളും, ഹാർഡ് വർക്കൊക്കെ നല്ല പോലെ ചെയ്തോളും. പക്ഷെ റിസൾട്ടിന്റെ സമയമാകുമ്പോ ആള് പേടിച്ചിട്ടാണോ എന്തോ അതാകെ തകിടം മറിഞ്ഞു പോകും ആ ടൈം ആകുമ്പോഴേക്കും. ആളെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഒരു 3ാം ക്ലാസ് വരെയൊക്കെ എല്ലാത്തിനും ടോപ്പായിരുന്നു. പക്ഷെ അവിടുന്ന് ഞാൻ എന്റെ ചെറിയ ആളെ പ്രഗ്നന്റ് ആയപ്പോ എനിക്ക് കൂടുതൽ കെയർ ചെയ്യാൻ പറ്റാണ്ടായി വന്നപ്പോ എല്ലാത്തിലേക്കും ബാക്കിലോട്ടായി. പക്ഷെ ആൾക്ക് ഇഷ്ടമാണ് എല്ലാത്തിലും പങ്കെടുക്കാനായിട്ട്. ഒക്കേറ്റിൽ ഇങ്ങനെ റിസൾട്ടിന്റെ ടൈം ആകുമ്പോഴാണ്. ഇപ്പൊ പരീക്ഷയ്ക്കായാലും സ്കൂളിൽ എല്ലാത്തിനും ടീച്ചർ ചോദിച്ച ഉത്തരം പറയും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ പരീക്ഷയുടെ സമയമാകുമ്പോ അത് അപ്ലൈ ചെയ്യാൻ അറിയുന്നില്ല.
എല്ലാം പഠിക്കും. പക്ഷെ ആ ടൈമിൽ ഒരു കോൺഫിഡൻസ് ഇല്ല. ഏ ടെൻഷൻ ഉണ്ടാവും ചിലപ്പോ ആ ടൈം ആ ആകുമ്പോൾ ടെൻഷൻ ഭയങ്കര ടെൻഷനാണ്. ആ ടൈം ആകുമ്പോൾ ടെൻഷനാണ്. പിന്നെ ആ സമയത്ത് എങ്ങനെയെങ്കിലും ആൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് വിടും. ഇപ്പൊ കോമ്പറ്റീഷന് പോവാണെങ്കിലും അതെ, ഹാൻഡ് റൈറ്റിങ്ങിനൊക്കെ പോയായിരുന്നു. ഹാൻഡ് റൈറ്റിങ് ആ സമയമാകുമ്പോൾ ചുമ വരും. ചുമയുടെ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് വിറയലാണ്. അപ്പൊ ആ ടൈം എന്തോ ഒരു ബാഡ് ലക്ക് എപ്പോഴും ഉണ്ട്, ടീച്ചർ പറഞ്ഞോണം. പക്ഷെ നമ്മളതങ്ങനെ പിന്നീട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അത് കുഴപ്പമില്ല. അത് എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്നതിനൊരു റിസൾട്ട് എന്തായാലും എപ്പോഴെങ്കിലും കിട്ടും. അങ്ങനെ അത്രേ പറഞ്ഞ് ഉള്ളൂ. മനസ്സിലാക്കി കൊടുത്താൽ സപ്പോർട്ട് ചെയ്യാം. അല്ലാണ്ട് ബാഡ് അതെ ലക്ക് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഒന്നും ചെയ്യാനായിട്ട് ചിലപ്പോ പുറകിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഒരു വിഷമം അതെ അതെ കാര്യങ്ങളും മനസ്സിൽ അങ്ങനെ കിടക്കുള്ളൂ. ടീച്ചേഴ്സിന് ആ ഇപ്പം പറയണ്ട സപ്പോർട്ട് മീറ്റിംഗ് അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അതെ അതെ പഠിപ്പിക്കാനായിട്ട് ചിലപ്പോ ആ സബ്ജക്ട് പഠിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ടീച്ചർ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ ഒരു വിഷമം ആൾക്കുള്ളിലുണ്ട്. അതാണ് എപ്പോഴെപ്പോഴും വന്നിട്ട് ഇങ്ങനെ പറയുന്നത്. അതെ അതെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. എനിക്കതിലൊരു കാര്യം പറയാനുള്ളത്, ആ കുട്ടിക്ക് അവിടെ പറ്റണില്ലെങ്കിൽ സ്കൂൾ മാറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിള്ളേര് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും എപ്പോഴും. ശരിയാണ്. അതെ, അതിന് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കുട്ടികളില്ലാത്തൊരു സ്കൂളാണ്. അപ്പൊ സ്കൂളിലത്തെ ടീച്ചേഴ്സ് വീട്ടിൽ വന്ന് അഡ്മിഷൻ എടുപ്പിച്ചതാണ്. ആ സ്കൂൾ എന്തായാലും ഒരു 3 വർഷം ഉള്ളൂ. അപ്പൊ അത് അങ്ങോട്ട് കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇനിയിപ്പോ 6-ലെത്തി, 7-ാം ക്ലാസ്സിലും കൂടി ഉള്ളൂ. അപ്പൊ ഫ്രണ്ട്സിനെയും ഇതാക്കി നമ്മള് നിർബന്ധിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു വിഷമാവണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് കുഴപ്പമില്ലെങ്കിൽ അത് ഇതാക്കാം. അല്ലെങ്കിൽ ടീച്ചർമാരെ എപ്പോഴും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ടീച്ചറിനെ കാണുമ്പോ എപ്പോഴും ആ കുട്ടിക്ക് അത് ഭയങ്കര ഗിൽറ്റി ഫീൽ. പിന്നെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അവരോട് അതെ പറയാ, ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോ അവരെ നമ്മൾ ഇതാക്കണ്ടല്ലോ. അതെ, നല്ല ഇപ്പൊ അതെ ഉറുദു മത്സരത്തിന് ആള് ക്വിസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ടീച്ചർമാർ സമ്മതിച്ചില്ല വിടാനായിട്ട്. അപ്പൊ രണ്ട് പോയില്ല സ്വഭാവമുള്ള അത് കാരണം. ആൾക്കാരുണ്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും കൂടി മനസ്സിലാക്കണം. ചെയ്യണുണ്ടല്ലോ. എല്ലാരും അതെ ഒരുപോലെ ഇരിക്കില്ലല്ലോ. അപ്പൊ ഇത് അതെ കഴിയുമ്പോ ഇപ്പൊ മാറ്റാൻ പറ്റൂലെങ്കിൽ അടുത്ത ക്ലാസ് കഴിയണവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ട്സിന് വേണ്ടി എന്നുള്ള രീതിയിൽ നിന്നിട്ട് ആ ഒരു അതെ ഹാപ്പിനെസ് കണ്ടെത്താൻ പറയുകയും എന്നിട്ട് മാറ്റുകയും ചെയ്യുക. ഓക്കെ ഓക്കെ അതാണ് നല്ലത്. അപ്പൊ നല്ല സപ്പോർട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ശരി. അല്ലടാ, മത്സരങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിലും നമ്മുടെ കഴിവ് നമുക്ക് ഡെവലപ്പ് ചെയ്യാലോ. മത്സരിച്ചിട്ട് ഇപ്പോൾ പ്രൈസ് വാങ്ങിയാലേ അതൊരു കഴിവാകൂന്ന് എവിടെയും ഇല്ല. മോളോട് ക്വിസൊക്കെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയാം. അതിന് ഇനി ഫ്യൂച്ചറിൽ ഒരു അവസരം കിട്ടുമ്പോൾ അവൾക്ക് ഷൈൻ ചെയ്യട്ടെ. അപ്പോഴത്തേക്കും മോള് മെന്റലി പ്രിപ്പയർഡ് ആവും. ഈ ടെൻഷനൊക്കെ ഒന്ന് മാറി. അതിപ്പോ ഓൺലൈനിലൊക്കെ കുറെ കോമ്പറ്റീഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതിലൊക്കെ വിൻ ചെയ്ത് കാണിക്കുക. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇപ്പൊ നമ്മൾ സ്കൂളിലെ മാത്രമല്ല, നമ്മൾ പുറത്തുനിന്നുള്ള ഓൺലൈനിൽ ഇപ്പൊ ചിൽഡ്രൻസ് ഡേ ഒക്കെ വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു പേരും പെരുമയും കിട്ടുമ്പോഴത്തേക്കും സ്കൂളുകാര് തന്നെ അവരെ പൊക്കിക്കൊണ്ട് നടക്കും. ഈ പറഞ്ഞവര് തന്നെ പൊക്കും. ഇപ്പൊ അപ്പൊ ഇവിടെ അതും കൂടി ഒന്ന് ശ്രമിക്കുക. വിടാത്തത് കാരണം അവിടെ ഉറുദു എടുക്കാനായിട്ട് ഡെയിലി വേജിന് ഒരു മാഷ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് ഭയങ്കര സങ്കടമായി. ടീച്ചേഴ്സ് സമ്മതിക്കാണ്ട് പോയതല്ലേ. അപ്പൊ ആള് വന്നിട്ട് ഉറുദു ക്ലബ്ബൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ മെയിൻ ആള് ഇവളെയാക്കി. അതില് കുറെ കാര്യങ്ങൾ അവളെ ഏൽപ്പിച്ചു. അപ്പൊ ആള് ഹാപ്പിയായി. ആ ക്ലബിന്റെ മെയിൻ ആളായി എന്നുള്ള ഒരിതില് ക്യൂസൊക്കെ എല്ലാവർക്കും കണ്ടുപിടിച്ച് കൊടുത്ത് ക്യൂസ് കോമ്പറ്റീഷൻ നടത്താനായിട്ട് ആളാണ് മുന്നിൽ നിൽക്കണതൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ നമ്മുടെ മക്കള് സ്കൂളിൽ പങ്കെടുക്കുമ്പോ ചിലപ്പോ നമ്മൾ വിചാരിക്കണ പോലെ കളറിങ്ങിലാണെങ്കിലും എന്തിനാണെങ്കിലും സമ്മാനമൊക്കെ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ കിട്ടൂലല്ലോ. പക്ഷെ ഞാനിപ്പോ ചെയ്യണത് എന്താ വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ഓൺലൈനിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അവരെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് പിള്ളേരെ. അത് നല്ലൊരു ഇതാണ്. ഒരു മനസ്സിലായോ? കാര്യം, വെള്ളിയാഴ്ച ചിൽഡ്രൻസ് ഡേ ആണ്. ആണോ? അതെ. ഓക്കെ, മഞ്ജു പറഞ്ഞപ്പോഴാണ് എനിക്കത്. അപ്പൊ വെള്ളിയാഴ്ച എന്തെങ്കിലും പ്രോഗ്രാംസ് അവതരിപ്പിക്കാം കേട്ടോ. എന്തെങ്കിലും കണ്ടക്ട് ചെയ്തിട്ട് പ്രോഗ്രാംസ് അവതരിപ്പിക്കാം. ചിൽഡ്രൻസ് ഡേയോടനുബന്ധിച്ച് അഷുഗിംസ് ആയിരിക്കുമല്ലോ ക്ലാസ്. ഓക്കെ, അപ്പൊ ഫ്രൈഡേ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്ത് അത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ വിഷയത്തിലോട്ട് വരാം. നെക്സ്റ്റ് ആരാ പറയുന്നത്? മാം പറഞ്ഞോട്ടെ മാം, ഒന്നും കൂടി മോന് ഇവിടെ
ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളത് സക്സസ്സിൽ എത്തണമെങ്കിൽ നമ്മൾ അതിന് കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇടുക, ഡെഡിക്കേഷൻ വേണം. ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇടണം. പിന്നെ സക്സസ് എന്ന് പറയുന്നത് അത് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഒന്നല്ല. നമ്മളതിന് ആയിട്ട് പേഷ്യൻസ് വേണം. ഇങ്ങനെ നമ്മൾ പേഷ്യൻസും അതിനായിട്ട് ടൈമും ഒക്കെ കണ്ടെത്തുന്നതിലൂടെ നമ്മുടെ ആ ക്യാരക്ടർ തന്നെ ബിൽഡ് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ നല്ല കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നമ്മുടെ ഡിസിപ്ലിൻ ആയാലും എല്ലാം നമ്മൾ ബിൽഡ് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് ഈ ലൈഫിൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കിങ്ങനെ നല്ല ന്യൂ തിങ്സ് ലേൺ ചെയ്യാനും ഗെയിൻ ചെയ്യാൻ ഒക്കെ കഴിയും. പിന്നെ നമുക്കിങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏതൊരു ചാലഞ്ചസ് ആയാലും ലൈഫിൽ ഓവർകം ചെയ്യാൻ സാധിക്കും. ഏതൊരു പ്രോബ്ലംസ് വന്നാലും നമുക്കതിനെ സോൾവ് ചെയ്യാനും അതിനെ ഫേസ് ചെയ്യാനും കഴിയും. പിന്നെ അതായത് ഡ്രീംസ് റിയാലിറ്റിക്ക് എത്തുന്ന ഒന്നാണ് ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഡ്രീംസ് അത് റിയാലിറ്റിയിൽ എത്തിക്കാൻ സാധിക്കുള്ളൂ. താങ്ക് യു മാം. നന്നായിരുന്നു അല്ലേ? ഓക്കെ, ഒരു കാര്യം പറഞ്ഞല്ലേ എനിക്ക് പേഷ്യൻസ് വേണമെന്നുള്ളത് ഹാർഡ് വർക്കിന്. എന്താ മാം? പേഷ്യൻസ് വേണമെന്ന് പറഞ്ഞല്ലേ? ഹാർഡ് വർക്കിന് അല്ലേ? അതെ. ഇപ്പൊ എന്താണ് ചിലവര് പഠിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ ഇരിക്കുമ്പോ ആളുകള് ചോദിക്കാറുണ്ട് ജോലിയൊന്നും ആയില്ലേ, ഇപ്പൊ എന്തിനാ പോണത് അല്ലെ? നമ്മള് പലരും ഞാനടക്കം കേട്ടിട്ടുള്ളൊരു എന്താ പറയാ കേട്ടിട്ടുള്ള ഒരു ചോദ്യാണ്, ജോലിയൊന്നും ആയില്ലേ, ജോലിക്ക് പോണില്ലേ, ജോലിക്ക് നോക്കുന്നില്ലേ എന്നൊക്കെ. പിന്നെ PSC കോച്ചിങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും അവര് PSC കോച്ചിങ് പോയിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് ജോലി എടുക്കാനൊന്നും പോണില്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ ബിഎഡിന് പഠിച്ചു പോകും, ബിഎഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്താ ബിഎഡിനിപ്പോ ക്യാഷ് അങ്ങോട്ട് കൊടുത്തിട്ട് വേണം സ്കൂളിൽ കയറാനായിട്ട്. അതും നമ്മൾ കേൾക്കാറുണ്ട്. കേൾക്കും. ഇനി ഇത് കഴിയുമ്പോ ഈ കോഴ്സ് ഒക്കെ കഴിയുമ്പോ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ് അതൊക്കെ. അപ്പൊ അതൊക്കെ എന്ത് പറയാ, അതൊക്കെ ഒന്ന് ഈ ചെവിപിടി വിട്ടിട്ട് ആ ചെവിപിടി കളയാം, അങ്ങനത്തെ ഒരു ഇത്. പക്ഷെ നമ്മള് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് ഒരു സക്സസിലേക്ക് അവരെ കാണിച്ചു കൊടുക്കണം, അവർക്കൊരു ഉത്തരം കൊടുക്കാനായിട്ട് നോക്കുക. അപ്പൊ അവരുടെ വായന അടങ്ങുക. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ. പഠിച്ചിട്ട് എന്തിനാണ്, അല്ലെങ്കിൽ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്നത്, എത്ര വയസ്സായി പഠിച്ചോണ്ടിരിക്കണല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോഴും നമ്മളെ കളിയാക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അവർക്കൊക്കെ ഒരു ഉത്തരമാണല്ലേ പേഷ്യൻസ് ശ്രമയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ സക്സസിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. ക്ഷമ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുമ്പോ ഇപ്പൊ എപ്പോഴും നമുക്ക് സക്സസ് ആവണമെന്നില്ല. ഫസ്റ്റ് ഒക്കെ ഫെയിലിയർ ഉണ്ടാവും. അതൊക്കെ നമ്മൾ തരണം ചെയ്യാനും നമുക്ക് ആ കോൺഫിഡൻസ് വേണം. ഇപ്പൊ അത് ഒരു പ്രാവശ്യം ഫെയിലിയർ ആയി, അയ്യോ അപ്പൊ ഇനിയും ഫെയിലിയർ ആയിരിക്കും എന്ന് വെച്ചിട്ട് നമ്മുടെ ആ ഡ്രീം അവിടെ വെച്ചിട്ട് നിർത്താൻ പാടില്ല. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പൊ എത്ര ഫെയിലിയർ ആയാലും ഒരു ദിവസം നമുക്ക് ആ ഇതിൽ എത്താനായിട്ട് നമുക്ക് പറ്റും. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. ഈ പറഞ്ഞ കൂട്ടി നെഗറ്റീവ് പലതും പറയും, നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ അവോയ്ഡ് ചെയ്യണം. ചിലപ്പോ ആരെയും സപ്പോർട്ട് കിട്ടിയെന്നൊന്നും വരില്ല. ചിലപ്പോ അപ്പോഴും നമ്മളെ തന്നെ പുഷ് ചെയ്ത് ഹാർഡ് വർക്കിലോട്ട് പോകണം. പിന്നെ നെഗറ്റീവ് ഒക്കെ പറയുമ്പോൾ അത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. അത് വാശിയായിട്ട് എടുക്കാനും അത് നല്ല രീതിക്ക് അല്ല, ആ ചിന്തിക്കുന്ന രീതി മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോ നമുക്കത് സക്സസ് അല്ല, അതൊരു നല്ലൊരു എത്താൻ പറ്റും. വാശിയായിട്ട് എടുക്കുക. നെക്സ്റ്റ് ആരാ? പറഞ്ഞവർ തന്നെ പറയാനുള്ളൂ, വേറെ പറയാനായിട്ട്. ഹലോ മാം, ഹാർഡ് വർക്കിന് നമ്മുടെ ജീവിതത്തിൽ വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. നമ്മൾ ഏതൊരു വ്യക്തിയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിലൂടെയാണ് നമ്മളൊരു പുതിയ ജീവിതത്തിലേക്കും നമ്മളൊരു പുതിയ വെളിച്ചത്തിലേക്കും. ക്ലിയർ ആവുന്നില്ലേ മാം?
ഇപ്പൊ ചോദിച്ചപ്പോ കേട്ടു, ബാക്കി പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല, സൗണ്ട് പതിഞ്ഞു പോയി. ഹാർഡ് വർക്കിന് നമ്മുടെ ജീവിതത്തിൽ വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഏതൊരു വ്യക്തിയെ തന്നെയായാലും ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മളൊരു പുതിയൊരു ജീവിതത്തിലേക്കും നമ്മൾ പുതിയൊരു വെളിച്ചത്തിലേക്കും നമ്മൾ നയിക്കുന്നത്. നമ്മളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം നമുക്കൊരു പുതിയൊരു ജീവിതം തന്നെയായാലും പുതിയൊരു വെളിച്ചം തന്നെയായാലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ പരിശ്രമിക്കുക, പരിശ്രമത്തിലൂടെ നമുക്ക് വിജയം കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സ്വപ്നം കാണുക. നമ്മളിപ്പം ഏതൊരു സ്വപ്നം, നമ്മളിപ്പോൾ ജോലിയുടെ കാര്യമാണെങ്കിലും എന്തൊരു സ്വപ്നമായാലും നമ്മളിപ്പം നമുക്കത് നേടിയെടുക്കണം എന്നുള്ളൊരു സ്വപ്നം കണ്ടാൽ മാത്രമേ നമുക്കത് പരിശ്രമിക്കാനായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അങ്ങനെ നമ്മൾ ആ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ കണ്ട ആ സ്വപ്നം നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒന്നും ചെയ്യാതെ വെറുതെ സ്വപ്നം കണ്ടിട്ടൊന്നും കാര്യമില്ല. അപ്പം അതിനുവേണ്ടി നമുക്കിപ്പോൾ നമ്മൾ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് നമ്മളൊന്നും ചെയ്യാതിരുന്ന നമുക്കിപ്പം അത് നേടിയെടുക്കാനോ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ശ്രമിക്കത്തില്ല. നമ്മളത് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ കണ്ട സ്വപ്നം നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ മഞ്ജു വാര്യരുടെ ഒരു സിനിമ ഹാർഡ് വർക്കിന് ഏറ്റവും ഉദാഹരണത്തിനോട് പേര് എനിക്ക് ഓർമ്മയില്ല, ഒരു സുജാതയെന്നുണ്ട്, പേര് ഫുള്ളായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഉദാഹരണം സുജാതയാണ്. ഉദാഹരണം സുജാതയ്ക്കകത്ത് ഹാർഡ് വർക്കിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് അതിനകത്ത് പറയുന്നത്. ആ സിനിമ തന്നെ ഹാർഡ് വർക്കിനെ ഇത്രയും പ്രായമായിട്ടും അവർ പഠിക്കണം, പഠിച്ച് പാസ്സാവണം, ജോലി വാങ്ങിക്കണം എന്നുള്ളത് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് മാത്രമേ അത് നമുക്ക് സാധ്യം വെക്കാൻ കഴിയത്തുള്ളൂ. അത്രേ ഉള്ളൂ. താങ്ക് യു. ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കളിയാക്കാൻ ആൾക്കാർ കൂടുതലാണ്, മക്കളടക്കം ഫാമിലി അടക്കം. അതുകൊണ്ട് ആരെയും കണക്കാക്കാതെ നമ്മൾ വർക്ക് ചെയ്യുക, നേടിയെടുക്കുക, അതന്നെയാണ്. മക്കളടക്കം മാം, അവർക്ക് നമ്മൾ വെറുതെ ഇരിക്കുമ്പോ അവർക്കും ആ ഒരു റെസ്പെക്റ്റും നമ്മൾ ആ ഒരു ഡിഗ്നിറ്റി നമുക്ക് കുറഞ്ഞു വരും. ഇങ്ങനെ കുട്ടികൾ വലുതാവുന്നതോറും അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ കണ്ടെത്തണം, ഇല്ലെങ്കിൽ പെട്ടുപോകും, മക്കള് റെസ്പെക്ട് ചെയ്യില്ല. ചിലരോട് ചോദിക്കാറുണ്ടല്ലേ, ഈ വെറുതെ ഇരിക്കണ്ടേ, നിനക്ക് എന്താ പണിയുടെ ചോദിക്കാറുണ്ട്. ഹൗസ് വൈഫ് ആയാലും നമ്മളെന്താ വീട്ടില് പണിയെടുത്ത് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ചിലപ്പോൾ അടുക്കളയിലായിരിക്കും. പക്ഷെ ആളുകൾ ചോദിക്കാറുണ്ട്, വെറുതെ ഇരിക്കണേ എന്താ പണി നിനക്ക് ഇവിടെ, ഹസ്ബൻഡ് അടക്കം ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ചെറിയ ആളോട് പഠിക്കാൻ പറയുമ്പോഴേ അമ്മ എത്ര നേരം ഉറങ്ങായിരുന്നു. ഒരാള് പറയോ, ഒരാള് കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. മക്കള് പറയും ഇങ്ങനെ, നമ്മൾ അവരോട് പഠിക്കാൻ പറയുമ്പോ അമ്മ ഉറങ്ങായിരുന്നില്ലേ, വെറുതെ ഇരിക്കായിരുന്നില്ലേ, അപ്പൊ എനിക്ക് മാത്രം റെസ്റ്റ് ഇല്ല. അവര് കാണുന്നത് മാത്രം, മീൻസ് നമ്മൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു തോട്ടാണ്. അവർക്കും വർക്ക് ചെയ്യാതെ ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കാനുള്ളൊരു ചിന്ത വരും. പണിയൊന്നും ചെയ്യാതെ ഇങ്ങനെ വീട്ടിലിരിക്കുക, അതാണ് രസം എന്നുള്ളൊരു തോട്ട് വരും. അപ്പൊ കുട്ടികൾക്കും റോൾ മോഡലായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് കാണിച്ചു കൊടുക്കണം. അവർക്കും വർക്ക് ചെയ്യാതെ വെറുതെ ഇരിക്കരുത് എന്നുള്ളത്. എല്ലാവരും എപ്പോഴും ആക്റ്റീവായിട്ട് വർക്കിംഗ് ആയിട്ട് അവരവരുടെ ഒരു ഫേം കണ്ടെത്തണം. അതുപോലെ തന്നെ നമ്മളെ സ്ത്രീകളെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഫാമിലി ആയാലും ഹസ്ബൻഡ് ആയാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ചിലവരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല, എന്താ പണി, നീ വെറുതെ ഇരിക്കണല്ലേ, ഇവിടെ കിടന്നുറങ്ങണല്ലേ, നീ ജോലിക്ക് പോവാം, ജോലിക്ക് പോയി നിനക്ക് സുഖമാണ്, ഇവിടെ വന്നാൽ എന്താണ്. നമ്മൾ ചിലപ്പോൾ അടുക്കളയിൽ തന്നെയായിരിക്കാം, പക്ഷെ എന്നാലും ഒരു സപ്പോർട്ട് ചെയ്യുന്ന വാക്ക്. ഇപ്പോ നല്ലൊരു കറി വെച്ചിട്ടുണ്ടെങ്കിലും അവര് പറയും, തനിക്ക് ഉച്ച കണ്ടെത്തുന്ന ആൾക്കാരാണ് കൂടുതലാണ്, അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു പോയി, മുളക് കൂടുതലാണ്, ഇല്ലേ, പറയാറുണ്ട്. ഉണ്ടോ? ഉണ്ട്, അത് ഉണ്ടാക്കാൻ എത്ര വർക്കാണ് നമ്മള്. അതെ. അപ്പോ അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് ശരിക്കും, അല്ലെങ്കിൽ ഒരു ഹഗ്, ഇതൊക്കെ കിട്ടുന്നത് ശരിക്കും സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആശ്വാസമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ. അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ കയ്യിൽ നിന്നായാലും ഫാമിലിയുടെ കയ്യിൽ നിന്നായാലും. ചിലവരുണ്ട് അമ്മായിപ്പനായാലും ചില അമ്മായിയമ്മകളൊക്കെ എന്താ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഇരിക്കുന്നവരായിരിക്കും അവർ. അപ്പൊ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു എന്താ പറയാ, ഒരു ആശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ മോട്ടിവേഷൻ എന്നൊക്കെ പറയാൻ പറ്റും നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ശ്രീവിദ്യ. ഒരാളുടെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് തന്നെ ഹാർഡ് വർക്കാണ്. കാരണം ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ തന്നെ
കഠിനമായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ അതിലോട്ട് ആ ഒരു വിജയം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ കുറവുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉദാഹരണം പറയാം. നമ്മളുടെ എന്തുവാ സിനിമയിൽ ഒരുപാട് തവണ അഭിനയിച്ചിട്ട് ഫെയിലായ ഒരു വ്യക്തിയായിരുന്നു അമിതാഭ് ബച്ചൻ. അദ്ദേഹം ഒരു 10-27 സിനിമയിൽ അഭിനയിച്ച് വിജയം കൈവരിക്കാണ്ട് ഏറ്റവും അവസാനം അഭിനയിച്ച ഒരു സിനിമയിലാണ് പുള്ളി ഹിറ്റായത്. ആ സിനിമയിലൂടെ അദ്ദേഹത്തിന് ഭയങ്കര കയറ്റമായിരുന്നു. അതുപോലെ നമ്മളുടെ ടൈഗർ എന്ന് പറയുന്ന മൃഗത്തിനും എന്താ ഒരുപാട് ഇരകളെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് തവണ പരിശ്രമിക്കുമ്പോഴാണ് ഒരു ഇരേനെങ്കിലും പിടിക്കാൻ പറ്റുന്നത്. അതേപോലെ നമ്മളും ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്കും ജീവിതത്തിലേക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെന്ന് പറഞ്ഞാല് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന KFC ഗ്രിൽഡ് ചിക്കൻ ഇല്ലേ, ഈ കണ്ടുപിടിച്ച ആളും 70 വയസ്സ് വരെയും പല പല ബിസിനസ് പൊളിഞ്ഞ ആളായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം അത് കണ്ടുപിടിച്ച് അതിന്റെ റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ച് നല്ല രീതിയിൽ ഫേമസ് ആയിട്ട് ഇപ്പൊ 70 വയസ്സിൽ അദ്ദേഹം ഈ വിജയം കൈവരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉദാഹരണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കുട്ടികളുണ്ട്. നമ്മളുടെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഇതിലൂടെയൊക്കെ കഠിനമായിട്ട് അധ്വാനിച്ച് ജീവിതത്തിൽ കൈവരിച്ചവരാണ് ഈ പറയുന്ന വ്യക്തികളൊക്കെ. നമ്മളുടെ കുട്ടികളും ഇതേപോലെ പരിശ്രമിക്കണമെന്നാണ് ഞാനും പറയുന്നത്. താങ്ക് യു മാം. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒരു വട്ടം നമ്മളിപ്പോ അത് സക്സസിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ അത് പിന്നെയും നമ്മൾ ഒരുപാട് തവണ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നമ്മള് വീട്ടുകാരുടെ അടുത്തുനിന്നുള്ള സപ്പോർട്ടും കൂടി നമുക്ക് ഉണ്ടാവണം. താങ്ക് യു മാം. നെക്സ്റ്റ് ആര് പറയും? ഹാർഡ് വർക്ക്. ഓക്കെ മാം. അനുഷ ദാസ്. ലിസി. ലിസി സാജൻ. നമ്മള് ഒരുപാട് ശ്രമിച്ചാലും എന്താ പറയുക, ചില സമയത്ത് നമുക്കത് സക്സസിലേക്ക് എത്തണമെന്നില്ല. ചിലപ്പോൾ ചിലപ്പോൾ അതിന്റെ ഏറ്റവും അടുത്തെത്തി കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്കത് നഷ്ടമാവുക. അപ്പൊ നമ്മള് തളർന്നു പോകാതെ വീണ്ടും വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കണം. അതിന് ചിലപ്പോൾ ചിലർക്കൊന്നും കഴിഞ്ഞെന്ന് വരില്ല. ചിലർ അവിടെ വെച്ച് തന്നെ ചിലപ്പോൾ ഈ സൂയിസൈഡ് ചെയ്യാനൊക്കെ തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാവും ചിലർക്കൊക്കെ എങ്കിലും. പക്ഷെ നമ്മൾ അതിനൊന്നും തളർന്നു പോകാതെ വീണ്ടും വീണ്ടും നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ചിലപ്പം ഇതേപോലെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുക്കുന്നോ നാട്ടുകാർ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. എല്ലാം നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് തന്നെ സംഘടന ചെയ്യേണ്ടി വരും. അപ്പോഴും തളർന്നു പോകാതെ നമുക്ക് വേണ്ടി നമ്മളത് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിലേ നമ്മൾ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പൊ കഠിനാധ്വാനം തന്നെയാണ് ഒരു മനുഷ്യന്റെ വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ വഴി. പ്രീതി. ആരെങ്കിലും പറയാത്തതുണ്ടോ? ഇനി
പറയണത് പറഞ്ഞേക്കും. ടൈം ഉണ്ട്, കുറച്ച് ടൈം കൂടി ഉണ്ട്. എന്തെങ്കിലും പോയിന്റ്സ് പ്രിയ പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ നമ്മളിപ്പോ സപ്പോർട്ട് വേണം, വീട്ടിൽ നിന്നായാലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മെന്റലി അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊക്കെ നമ്മ സപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമുണ്ടോ? സെൽഫായിട്ടുള്ള നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യണതായിരിക്കും എന്ന് തോന്നുന്നു. അവരെ സപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നണില്ല. അല്ല, അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാന്നല്ലേ ഉള്ളു കാര്യം. നമ്മുടെ സമയം പോകുന്നല്ലാണ്ട് വേറൊരു കാര്യം ഉണ്ടാവില്ല. ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ ജീവിച്ചു തുടങ്ങി. മഞ്ജു രാജ്. ഇത്ര നാളെ ഞാൻ എല്ലാം മക്കളുടെ ഇഷ്ടം, വീട്ടുകാരുടെ ഇഷ്ടം എല്ലാം അങ്ങനെയാണ്. ഇപ്പൊ ഈ കോഴ്സിൽ ചേർന്നേക്കണ ഞാൻ എന്റെ ഇഷ്ടത്തോടെ. ഭയങ്കര എതിർപ്പാണ് ഈ കോഴ്സിൽ ചേർന്നതിന്. ഇത്ര പ്രായമായില്ലേ, വെറുതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മിസ് പറഞ്ഞപ്പോ എല്ലാം എന്റെ അനുഭവങ്ങളായിട്ട് തോന്നി. വെറുതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാലും ഇനിയിപ്പോ ജോലിക്ക് പോയില്ലെങ്കിലും അപ്പൊ അവര് പറയും ചേട്ടൻ വിട്ടാലല്ലേ എനിക്ക് ചിലപ്പോ പോകാൻ പറ്റുള്ളൂ. ഹസ്ബൻഡിന്റെ ഒരു സമ്മതം വേണമല്ലോ. നമ്മൾ ഈ കോഴ്സ് കഴിയുമ്പോ വിടാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വഴക്ക്, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ തീരുമാനമായിട്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ക്യാഷൊക്കെ വഴക്കടിച്ചായാലും തരുകയൊക്കെ ചെയ്യും. എന്നാലും സമ്മതം എന്ന് പറഞ്ഞത് കിട്ടിയിട്ടില്ല ഈ കോഴ്സ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ പറയും ഇങ്ങനെ കേറാൻ പോണേണ് എന്ന് പറയും. ആ സമയത്ത് വിളിച്ച് ഇതാക്കരുത് പറയും. അതങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല കേട്ടാ. എന്നാലും എന്തെങ്കിലും പറയും അത് വെറുതെ കാശ് കൊണ്ടേ കളയാനായിട്ട് ചേർന്നേക്കണേണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. വിടൂല എന്നുള്ള ആ ഒരു ഇതില്. എന്തായാലും ഞാൻ വിടില്ല നിന്നെ എന്നുള്ള ആ ഇത്. പക്ഷെ ഞാനിപ്പോ ഇതെടുത്തേക്ക് തീരുമാനം, മക്കളൊക്കെ ഇനി ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി നമ്മളോട് അവർ ചോദിക്കും. ഇപ്പൊ ആരോ പറഞ്ഞില്ലേ, ഇപ്പൊ ചോദിച്ചു തുടങ്ങി, പിള്ളേര് ഇപ്പൊ ചോദിച്ചു തുടങ്ങി അമ്മ എന്താ ചെയ്യണത് പറഞ്ഞിട്ട് ചോദിക്കും. ഇപ്പൊ നമ്മളിത് ചേർന്ന് കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്കത് ഒന്നുകൂടി ഫീൽ ചെയ്തേനെ. അമ്മ എന്താ ചെയ്യണത്, വെറുതെ ഇരിക്കണേല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പിള്ളേര് ചോദിച്ചു തുടങ്ങും. കുഞ്ഞു കൊച്ചുങ്ങൾ വരെ ചോദിക്കും. ഒരാള് 3-ലും ഒരാൾ +2-ലാണ്. അപ്പൊ രണ്ടുപേരും എന്താ പറയണ, ഇവിടെ ഒരാൾക്ക് അമ്മ വെറുതെ ഇരിക്കണേ അതുകൊണ്ട് സ്കൂളിൽ പോകണ്ട, ഇളയാൾക്ക്. മൂത്ത ആൾക്ക് അങ്ങനെയല്ല, ഇവിടെ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും എന്താ അമ്മ രാവിലെ മൂലം ഇവിടെ ഉള്ളതല്ലേ, ചെയ്തുകൂടെ, അമ്മ വെറുതെ ഇരിക്കുക. മനസ്സിലായ? നമുക്ക് വൈകുന്നേരം ചെയ്യേണ്ടത് വൈകുന്നേരം അല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, രാവിലെ ചെയ്തു വെക്കാൻ പറ്റുമോ? അത് അവര് തിങ്ക് ചെയ്യണില്ല. പക്ഷെ ഞാൻ ഇപ്പൊ കുറച്ച് മറുപടി കൊടുക്കൂട്ടാ, നല്ല മറുപടി കൊടുക്കും, സപ്പോർട്ടും ചെയ്യും. എന്റെ സ്വഭാവം അതാണ്. ഞാൻ പറഞ്ഞത് മിസ്സിനോട്. ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയാ ജീവിക്കണം. ഇപ്പൊ ഓരോ കാര്യങ്ങളും ഞാൻ എനിക്ക് വേണ്ടി ചെയ്തു തുടങ്ങി. മറ്റേത് അങ്ങനെയല്ല, അത് ചേട്ടന്റെ എല്ലാ ഇഷ്ടങ്ങളും ചേട്ടന്റെ പോലെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, യോഗ ക്ലാസ്, എന്റെ ആരോഗ്യം ഞാൻ നോക്കി തുടങ്ങി. മറ്റേ ചേട്ടൻ പുറത്ത് വിടില്ല, എവിടെയും വിടില്ല. അങ്ങനെ ആരുടെയും മുമ്പിലൊന്നും അങ്ങനെ എന്നെ പുറത്ത് വിടാൻ ഭയങ്കര മടിയാ. അമ്മയുടെ കൂടെ എന്നെ വിടുള്ളൂ. ഇപ്പൊ എത്ര വയസ്സായി? 40 വയസ്സായി. അപ്പത്തേക്കും അമ്മ എന്നോട് പറയണ, അമ്മ ഉണ്ടെങ്കിൽ പോയിക്കോന്നാ എന്നോട് പറയണത്. അപ്പൊ ഇപ്പൊ അത് മാറി. ഞാൻ ഇന്നാള് ഇങ്ങനെ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി, ഞാനൊരു അമ്മയും ഇനി ഞാൻ എന്റെ മക്കളെ കൊണ്ടുപോകേണ്ട ഞാനാണ്. ഞാൻ ഇനി എന്റെ അമ്മനെയും വിളിച്ച് മക്കളുടെ അമ്മ എത്ര പേര് പോകും? മനസ്സിലായി? അപ്പൊ ഇപ്പൊ ഞാനത് ചോദിച്ച് വഴക്കടിച്ചാണ് ഓരോന്ന് സഹായിച്ചെടുക്കണത്. എന്നാലും നമ്മളൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയി തുടങ്ങി. ഇപ്പൊ ഞാനാണ് എന്റെ മക്കളെ കൊണ്ടുപോകാൻ. മറ്റേത് അങ്ങനെയല്ല, അമ്മനെ വിളിച്ചു അവര് പ്രായമായി തുടങ്ങി, അവരെ എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റുമോ ഇനി? അപ്പൊ അങ്ങനെ ഞാനിപ്പോ എനിക്ക് വേണ്ടിയാ ജീവിക്കണത്. പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ദിവ്യക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ? എന്തോ മെസ്സേജ് ഹസ്ബൻഡ് അറിഞ്ഞിരുന്നു, വീട്ടുകാര് അറിഞ്ഞിട്ട് കുറച്ച് നാളായതേ. കുഴപ്പമില്ലല്ലോ, ഇപ്പൊ സപ്പോർട്ടല്ലേ? ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ പോവാ, ഞാൻ പഠിക്കുക എന്ന് പറഞ്ഞു. കുഴപ്പമില്ല. എന്താ പ്രസീത പറഞ്ഞു വന്നേ? ഞാൻ ഒരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ട് മാം. അതുവരെ എനിക്കുള്ളത്, അതുവരെ മക്കൾക്കുള്ളത്, അത് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് മാം എന്റെ ലൈഫില്. മീൻസ് അവര് കുട്ടികളൊന്ന് റെഡി ആവുന്നവരെ അവരെ സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ഞാൻ എന്റേതായിട്ടുള്ള ഒരു രീതിക്ക് ഞാൻ പോകുന്നതിന്റെ അങ്ങനെ വെച്ചിട്ടുണ്ട് മാം. എല്ലാം മാനേജ് ചെയ്തിട്ട് നമ്മുടെ കാര്യം ഇടയിൽ കൂടെ അങ്ങനെ. അതെ, നമ്മൾക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെക്കണം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. നമ്മള് ശരിക്കും സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്, ഫാമിലീസ്
അല്ലെ? കുഞ്ഞുങ്ങളെ നോക്കുക, നമ്മുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചേക്കുന്ന രീതിയിലാണ് അല്ലെ? നമ്മൾ ജീവിച്ചു പോകുന്നത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ നമ്മളും നമ്മളെ സ്നേഹിക്കാനായിട്ടും അതുപോലെ നമുക്ക് വേണ്ടി ജീവിക്കാനായിട്ടും തുടങ്ങണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ചിലപ്പോൾ ജീവിക്കാൻ പറ്റില്ല, ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനായിട്ടോ അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. അപ്പൊ തുടങ്ങി നിങ്ങൾ ശ്രമിക്കുക നമുക്ക് വേണ്ടി ജീവിക്കാനായിട്ട്. നമ്മളുടെ ഓരോ കാര്യങ്ങളിലും നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് നമുക്ക് എത്ര ജീവിതമുണ്ട്, ഒരു ഒറ്റ ജീവിതമാണല്ലോ ഉള്ളത് അല്ലേ? അപ്പൊ അതനുസരിച്ച് ജീവിക്കാനായിട്ടും നമുക്ക് സന്തോഷം തരുന്ന രീതിയിൽ അല്ലെ, ഓരോ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലേ നമുക്ക്. അപ്പൊ അതൊക്കെ ഒന്ന് നേടിയെടുക്കാനായിട്ടും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അവർക്ക് വേണ്ടി ജീവിക്കണം എന്നിരുന്നാൽ കൂടിയും അപ്പൊ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങള് നേടിയെടുത്തുകൊണ്ട്, നമുക്കറിയാം ഒറ്റ ജീവിതമുള്ളൂ, അതനുസരിച്ച് ജീവിക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് സൈൻ ഔട്ട് പറയുന്നത് ആരാ? ടൈം ആയിട്ടുണ്ട്. ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാം. ആരോ പറഞ്ഞു അല്ല, വേറെ ആരോ പറഞ്ഞല്ലോ, അങ്ങനെ ഓക്കെ അവര് പറയട്ടെ. പറഞ്ഞു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മിസ് ആരും പറയാത്തപ്പോഴാണ് ഞാൻ കേറി ഇങ്ങനെ മിസ്സിനൊന്നും തോന്നില്ല. സൈൻ ഔട്ട് ആരെങ്കിലും പറയൂ? യെസ് മാം. ഹാർഡ് വർക്കിനെ കുറിച്ചും അതിൽ ഇപ്പൊ പലരുടെയും പല ഒപ്പീനിയനും നമ്മൾ കേട്ട്, അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എടുത്ത മിസ്സിനും എല്ലാവർക്കും താങ്ക് യു. ഒരു കാര്യം കൂടി, വെള്ളിയാഴ്ചത്തെ കാര്യം മറക്കരുത്, ചിൽഡ്രൻസ് ഡേ ആണ്. അപ്പൊ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, മിസ് ആയിരിക്കും. മിസ്സേ, കുട്ടികളുടെ സ്കൂളിൽ പോകേണ്ടി വരും ഞങ്ങക്ക് ചിൽഡ്രൻസ് ഡേ അന്ന്. അതിന് 1:30-ക്കല്ലേ നമ്മളെ ക്ലാസ്? പറയാൻ പറ്റൂല, എത്ര മണി കഴിഞ്ഞ് എത്തുന്ന അറിയില്ല. മിക്കവാറും അവർക്ക് പരിപാടി ഉണ്ട്, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. അപ്പൊ അമ്മമാരായ നമ്മ പോയി സഹായിക്കണ്ടേ. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ. എത്താൻ പറ്റുകയാണെങ്കിൽ ആ ടൈമിൽ എത്താൻ ശ്രമിക്കാം കേട്ടോ. അല്ല പറഞ്ഞാണേ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.